ഒരല്പസമയം നമുക്ക് കർത്താവിനോടുകൂടെ ആയിരിക്കാം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശു എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട ഈശോയുടെ തിരുമുമ്പിൽ രക്തം പൊടിയുന്ന നമ്മുടെ ഹൃദയത്തെയും രക്തമൊഴുകുന്ന നമ്മുടെ ജീവിതത്തെയും ഈശോയുടെ മുറിവുകളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മുറിവുകളിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും കഴുകണമേ. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളെയും എല്ലാ തലങ്ങളെയും നിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയ്ക്ക് നിരക്കാത്ത എല്ലാ ദുർവാസനകളും ഞങ്ങളിൽ നിന്ന് തിരുരക്തത്തിൻ്റെ ശക്തിയിൽ നീക്കിക്കളയണമേ. നിൻ്റെ മേലേറ്റ മുറിവുകളുടെയും അടികളുടെയും പീഡകളുടെയും യോഗ്യതയാൽ ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും, ഞാനും എൻ്റെ മാതാപിതാക്കളും, ഞാനും എൻ്റെ സ്ഥാപനങ്ങളും, ഞാനും എൻ്റെ വരുമാന മാർഗങ്ങളും എല്ലാം ക്രമീകരിക്കപ്പെടട്ടെ. പാപശക്തികളും പൈശാചിക ശക്തികളും തിന്മയുടെ സ്വാധീന ശക്തികളും അന്ധകാര ശക്തികളും ആഭിചാര ശക്തികളും മന്ത്രശക്തികളും തന്ത്രശക്തികളുമൊക്കെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ. ഈശോയെ, അവിടുത്തെ തിരുരക്തം ലങ്കീനോസിൻ്റെ പൊട്ടക്കണ്ണുകളിലേക്ക് വർഷിക്കപ്പെട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ സൗഖ്യമുള്ളതായി മാറി. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളുടെ സഹനങ്ങളുടെ മേൽ, ഞങ്ങളുടെ ത്യാഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദുരിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ മേലുള്ള സകല പീഡകളുടെ മേലും, ഞങ്ങളുടെ മാനസികവും ആത്മീയവും ശാരീരികവും ഭൗതികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളുടെ മേലും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി കടത്തിവിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ശക്തിക്കും ഞങ്ങളെ തളർത്താനാകാത്ത വിധം, ഒരു ശക്തിക്കും ഞങ്ങളെ ദുർബലപ്പെടുത്താനാകാത്ത വിധം കർത്താവിൻ്റെ ചുടുചോരയുടെ സംരക്ഷണം നൽകി ഞങ്ങളെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കാത്തുകൊള്ളുമാറാകണമേ. ആമേൻ.